അതിന് ശേഷം കൊണ്ടുപോകാണ്. എന്നാലും ഡെഡ്പൂൾ വിട്ടുകൊടുക്കില്ല. ചെറിയൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഒന്നും നോക്കിയില്ല, രക്ഷപ്പെടാൻ വേണ്ടി കണ്ട് സ്വന്തം കൈ അങ്ങ് അറക്കുക. പക്ഷെ അവന് ഇതിൽ വേറെ ഒന്നുണ്ട്, കൈ അത്രത്താലും കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞാൽ കൈ പിന്നെ മുറിക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ ഡെഡ്പൂൾ കൈ മുറിച്ചു, താഴോട്ടേക്ക് എടുത്ത് ചാടി. ഒരു വണ്ടി വന്നു, വണ്ടിയിൽ വീണു, രക്ഷപ്പെട്ടു. പിന്നീട് ഇതിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. ഡെഡ്പൂൾ സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ഒരു ഫ്ലാഷ് ബാക്ക്. അതിനുവേണ്ടി ഡെഡ്പൂൾ പോകുന്നത് തന്നെ വില്ലൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നാണ് വില്ലനും ഡെഡ്പൂളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഡെഡ്പൂൾ ഇങ്ങനെ വില്ലൻ ഓരോന്ന് പറഞ്ഞ് കൗണ്ടർ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ആ തൊള്ളയിൽ വെച്ച സാധനമൊക്കെ ഒഴിവാക്കി തരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒഴിവാക്കി കൊടുത്തതിന് ശേഷം വില്ലനോട് നിന്റെ തൊള്ളയിൽ എന്തോ കുഴപ്പമുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറയുന്നു. പക്ഷെ വില്ലനൊന്നും കാര്യമാക്കുന്നില്ല. അവസാനം ബോധം കെടുത്താൻ വേണ്ടി അവൻ്റെ മോന്തൊക്കെ ഒന്നാണ്ട് കൊടുക്കും. അന്നേരം ഡെഡ്പൂൾ ബോധം കെട്ടി വെക്കും. അങ്ങനെ ബോധം കെട്ടി വീണ് ഡെഡ്പൂളിനെ എണീപ്പിച്ച് ഒരു ഇൻഡക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഡെഡ്പൂളിനോട് പറഞ്ഞിട്ടുണ്ടാവുക വേദന ഇല്ലാണ്ട് നിനക്ക് സൂപ്പർ ഹീറോ ആവാൻ നയിക്കും. പക്ഷേ അവൻ അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പാട് അനുഭവിക്കണം. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കാനും സാധ്യതയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൻ അറിയില്ല. അപ്പം